ഇതിത്തെ കാസ്റ്റ് എന്ന് പറയുന്നത് സിനു സിദ്ധാർത്ഥാണല്ലോ മെയിൻ ഹീറോ. ആളാണെങ്കിൽ എന്താ പറയാ ക്യാമറകളുടെ പിറകെ നിൽക്കുന്ന ആള് മുന്നിൽ വരുന്നതിനേക്കാളും. അപ്പൊ അങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ടാണ് ഇപ്പൊ സാറിന്റെ ഒരു ക്യാരക്ടറിലോട്ട് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ജീവിതം പ്രസന്റ് ചെയ്യാനുള്ള ആളെ ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് ആളെ ചൂസ് ചെയ്യാൻ കാരണം? മലയാളം, തമിഴ്, ഹിന്ദി അടക്കം 30-ലേറെ സിനിമകളുടെ DOP ആയിട്ട് വർക്ക് ചെയ്തതാണ് സിനിമ. അദ്ദേഹത്തെ തീർച്ചയായിട്ടും DOP ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് വിളിച്ചത്. പക്ഷേ ഈ സബ്ജക്റ്റിൻ്റെ ഓരോ ഘട്ടം, ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ പുതുമുഖങ്ങൾ മതിയും തീരുമാനിച്ചത്. ഒരു പ്രേക്ഷകനൊരു മുൻവിധി ഉണ്ടാകാതിരിക്കുക എന്നുള്ള വിചാരിച്ചിരുന്നു. അപ്പോൾ ഓരോ ഡിസ്കഷൻ കഴിയുന്നവർ ഇദ്ദേഹത്തിന് ജീവൻ്റെ ചലനങ്ങളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് അദ്ദേഹം വല്ലാതെ ക്യാരക്ടറായിട്ട് മാറാൻ തുടങ്ങി. അപ്പം മാത്രമല്ല എൻ്റെ പ്രൊഡ്യൂസർ സുനിൽ പണിക്കരും സിനു സിദ്ധാർത്ഥും നല്ല സൗഹൃദമാണ്, ഞാനുമായിട്ടും അതെ. അപ്പോൾ ഇതിനകത്തൊരു ഈ വല്ലാത്ത കഥാപാത്രമായിട്ട് മാറും. പിന്നെ ഈ അടുപ്പം, ഈ ബന്ധം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാറുന്നത്. എൻ്റെ ലൈഫാണെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കൃത്യമായിട്ട് അതിലേക്ക് അങ്ങ് എത്തി. പിന്നെ ആളെ ആ ഒരു ക്യാരക്ടറിൽ വന്ന ശേഷം ആളെ അല്ലാണ്ട് വേറൊരാളെയും സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയായിരുന്നു. ഇല്ല, സിനു സിദ്ധാർത്ഥ് ഒരു കംപ്ലീറ്റ് ആക്ടറാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ശരിക്കും അദ്ദേഹം വരാൻ താമസിച്ച എന്താണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് എന്ന് മാത്രമേ എനിക്ക് സംശയം. കംപ്ലീറ്റ് ആക്ടറാണ്. കാരണം നമുക്കത് അതിൻ്റെ ട്രെയിലർ കാണുമ്പോഴേ, സോങ് കാണുമ്പോഴേ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഒരു പുതുമുഖ നടൻ്റെ ചലനങ്ങളോ പതർച്ചയോ ഒന്നുമില്ല. ചെറിയ അവിടെ തമാശയ്ക്ക് ഓരോ സുഹൃത്തുക്കൾ, ഡയറക്ടേഴ്സ് വിളിച്ച് ഒന്ന് അങ്ങനെ അത് നമുക്ക് കിട്ടിയ. കാരണം സിനു അവതരിപ്പിച്ച ജീവൻ എന്ന ടൈറ്റിൽ ക്യാരക്ടറിൻ്റെ ഈ ഭ്രമാത്മകമായ യാത്രയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ത്രൂട്ട് ആ ക്യാരക്ടറിൻ്റെ ലൈഫിലേക്ക് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് മറ്റുള്ളവർ. ഇതിനകത്ത് ആ മറ്റുള്ളവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇരട്ടി സന്തോഷം ഉണ്ടാക്കുന്നത്. ഇപ്പം സുനിൽ പണിക്കരാണെങ്കിലും എൻ്റെ ഈ ചിത്രം അവതരിപ്പിച്ച ഗോപിയ ഫിലിംസിന് വേണ്ടി അവതരിപ്പിച്ച റൂബി വിജയേട്ടനാണെങ്കിലും, വിജയേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സ്വാതന്ത്ര്യം, ജീവൻ്റെ അച്ഛനാണ്. അതുപോലെ വന്ന ഓരോരുത്തരും അവരുടെ സിഗ്നേച്ചർ സ്വന്തം സിഗ്നേച്ചർ കൃത്യമായിട്ട് ഇട്ടിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നത്. ഇതിൽ 100ഓളം പുതിയ ആർട്ടിസ്റ്റുകളാണ്. ഈ ആർട്ടിസ്റ്റുകളെല്ലാം അവർ ഒരു 5-6 പേരുടെ ശബ്ദം, ബാക്കി എല്ലാവരും അവരവരുടെ ശബ്ദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വല്ലാത്ത ശബ്ദ വൈവിധ്യവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്ഥിരം പാറ്റേൺ വിട്ടിട്ട് കൂടെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ തീർച്ചയായിട്ടും അവരുടെ സഹായം, സേവനം നമുക്ക് വേണ്ടി വന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ഇതിൽ പലരും ഡബ്ബിങ് തിയേറ്റർ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട്. പക്ഷെ അതിൻ്റെ പതർച്ചയൊന്നുമില്ലാതെ അത്രയും ഒരു കംഫർട്ട് സോണിലേക്ക് നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയുന്നത്, ഒരിക്കലും ഇതൊരു ഉപദേശ സിനിമയല്ല, ഒരു ഡോക്യുമെൻറ്റേഷൻ ഫീലില്ല. എൻ്റെ കുറച്ച് നാളത്തെ ഞാനെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനങ്ങളിലൊന്നായിരുന്നു മദ്യപിക്കുക എന്നുള്ളത്. അപ്പം അത് കണ്ട് നിങ്ങൾ നിർത്തണമെന്നോ അങ്ങനെ ഒരു ഉപദേശമേ ഇല്ല. ഇത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം, നമ്മളിലോ നമ്മുടെ ചുറ്റുപാടിലോ ജീവിത പരിസരങ്ങളിലോ നമ്മുടെ കുടുംബത്തിലോ സൗഹൃദങ്ങളിലോ ഒക്കെ ഈ ജീവനുണ്ട്. ഇതെൻ്റെ മാത്രം അനുഭവമല്ല. അപ്പം ഒത്തിരി ജീവന്മാരെ നമുക്ക് കാണാൻ പറ്റും.
ഇത് നിങ്ങൾ തിയേറ്ററിൽ തീർച്ചയായിട്ടും കണ്ട് വിജയിപ്പിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ ഇനി നല്ല നല്ല പടങ്ങളായിട്ട് നമ്മുടെ മലയാളം സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസിന്റെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.